ഞാൻ പോയി കേട്ടോ. എന്തേ? സ്കൂളിന് ടൂറുണ്ട്, അഡ്വാൻസ് കൊടുക്കണം. അമ്മ കൊടുക്കട്ടോ മോളെ കേട്ടോ. മോളെ നിങ്ങളാരും സ്കൂളിൽ പോയില്ലേ? നിങ്ങളൊക്കെ ടൂർ പോകുന്നുണ്ടോ? നേരം വയ്യോ? വണ്ടി രണ്ടെണ്ണം വന്നല്ലേ? പുള്ളി പണിയുണ്ടാവും, നല്ല പണിയുണ്ടാവും. വേഗം മാറ്റിക്കോ. ഓക്കെ, എൻ്റെ ഈ തുണി ഇപ്പോൾ വീട് കണ്ടണോ മൂസേ? വീട് കണ്ടണോ? ഒന്ന് വീട്ടിലൊക്കെ ഇതൊക്കെ ഒന്ന് പറയാം. എന്തിനാ ഇങ്ങനെ മറിച്ചേക്കണേ? ഞാൻ അതൊന്നും പറയില്ല. അപ്പോ കുട്ടികളെന്തിനാ കഷ്ടപ്പാട്, നമ്മളെ കഷ്ടപ്പാട് എന്തിനാ കുട്ടികളെ അറിയിച്ചിന്? ഞാൻ ഒരു കാര്യം പറയില്ല. നമ്മളിങ്ങനെ കുട്ടികളെ നമ്മളെ കഷ്ടപ്പാട് ചെയ്തിട്ട് അറിയാൻ പറ്റൂല. അത് പറഞ്ഞിട്ടല്ലേ, കുറവൊക്കെ പറയുന്നത് നല്ലതാ. എന്താ പറയുക, നമ്മൾ പിന്നീട് അത് എന്നെ ഭവിഷ്യത്തിക്കാറ്. ഞാൻ എല്ലാ കാര്യം വിട്ടു പോകാം. എന്തിനാ നമ്മൾ മറിച്ചേക്കണേ? മക്കൾ പഠിക്കണം അത് കണ്ടിട്ട്. ഇത് നമ്മളെ ഈ ഇല്ലായ്മ ഒക്കെ കാഴ്ചകൾ കണ്ടിട്ട് ഓടി ഇതിൽ വളരണം. പെണ്ണുങ്ങളും നമ്മളെന്തോ കൊമ്പത്താണെന്ന് ഒരിക്കലും പറയുന്നത് ഞാൻ അറിയിക്കില്ല. അതൊന്നും ഞാൻ അവിടെ പറയാം. അതെൻ്റെ പ്രശ്നം. പിന്നീട് ഞാൻ നോക്കിയതായാലും വണ്ടി രണ്ട് വണ്ടി കയറ്റാണ്. ആവാനും പറ്റില്ലല്ലോ, തുടങ്ങണം. കഴിഞ്ഞേനെ ഇജ്ജ് കൈകാലം ഒന്നും കഴിക്കുന്നില്ല? എന്തേ? ഞാൻ ഓട്ടയും എടുക്കാം. സാധാരണ ഈ ടൈമിൽ നിർത്തണാണല്ലോ. ഞാൻ ഇന്നേ ദിവസം എന്നാല് ഞാനും എടുക്കരാ. വേണ്ട വേണ്ട, ഒറ്റ എടുക്കണ്ട. അല്ല, എന്താണ് ഇത്ര വലിയ പ്രശ്നങ്ങള്? ഞാന് കുറച്ച് പൈസന്റെ ആവശ്യം. ഞാൻ എന്തോ വേണേലേ ഇജ്ജ് എന്നാ പറഞ്ഞുതരാം. എന്താ വിഷമാ? വാ വാ. എന്താ നീ പറയും? ഓ, എന്താ പ്രശ്നം പറയും. എനിക്ക് എന്തോ കാര്യമായിട്ട് എന്തോ ഒരു വിഷയം ഉണ്ടല്ലോ. ഇതുവരെ കണ്ട മൂസാനെല്ലാം കാണാം. എന്താ എൻ്റെ വിഷയം പറയും? അപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ കഥ ഒന്നും വീട്ടിൽ അറിയിക്കില്ല. നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ തുണി കുപ്പായത്തിൻ്റെ കാര്യം വരെ പുരയിലറിയില്ല. ഇപ്പം എന്താ വിഷയം ഉണ്ടായതിപ്പോൾ? ഇത്രയും ഒരു വിഷമം വരാൻ കാരണം എന്താ? കുട്ടികൾ എന്തേന്ന് പറഞ്ഞോ? അല്ലെ പെണ്ണുങ്ങൾ എന്തേന്ന് പറഞ്ഞോ? എന്താ എൻ്റെ വിഷയം പറയും? അന്നെ പറയാനുള്ള ഇപ്പം എന്താ അറിയും, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടിയൊക്കെ ടൂർ പോകാനുണ്ട്, അതിന് പിള്ളേഴ്സ് പൈസ വേണം. അതിനപ്പോൾ ഞാൻ ഓട്ടോയും എടുക്കണം, അഡ്വാൻസ് കൊടുക്കണം. 600-700 റുപ്യ എനിക്ക് ഇവിടെ പണിയെടുത്താൽ കിട്ടുള്ളൂ. ആൾക്കാരിയാണ് സ്ഥിതി ഞങ്ങൾക്ക് എല്ലാം അറിയില്ല. അഞ്ച് ഞാനൊക്കെ ഒരേ രീതിയിലാണ്. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്ദേശം. ഇത് വീട്ടിൽ അറിയിക്കാത്ത, വീട്ടിൽ അറിയില്ല. ഓരൊക്കെ ഞാൻ വലിയ എന്തോ പണിയില്ല, അവിടെ ഓഫീസിൽ വർക്കായി. അതെന്റെ താറാറന്നല്ലേ അത്. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ കാര്യമൊന്നും കുട്ടികളെ അറിയിക്കില്ല. കൊച്ചാണ് കുട്ടികളെ അതിനൊന്നും അത് അങ്ങനെ സങ്കടപ്പെടൊന്നും വേണ്ട. നമുക്ക് വയ്യ ഉണ്ടാക്കാം. അത് നമ്മൾ വയ്യ ഉണ്ടാക്കി ടൂർ പോകാനുള്ള പൈസ അതൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നാട്ടിനടുപ്പാണ്. എല്ലാ സ്കൂളിലുള്ള സ്വഭാവമാണത്. അത് പാസ്സാക്കി വിടും മാഷന്മാരും ഇവരൊക്കെ പാടെ. മറ്റുള്ള കുട്ടികൾ കൂടി സാമ്പത്തികം ഉണ്ടോ എന്ന് നോക്കൂല. യൂണിഫോം ഒന്നാക്കി, മറ്റേ ഭക്ഷണം ഒന്നാക്കി. പക്ഷേ ഈ ടൂർ മാത്രം ഇന്ന് വരെ ഏകീകരിക്കാൻ പറ്റില്ല, ആരോട് കഴിഞ്ഞില്ല. ഒക്കെ ശരിയാവും. നമുക്ക് ഇനി അടുത്ത PTA ഇതൊക്കെ പറയണം. നമ്മളെ പാവപ്പെട്ടവർക്കും വേണ്ട, കുട്ടികൾക്കും വേണ്ട ടൂർ പോവുക. വേറെ കുട്ടികളും മദ്രസ സ്കൂളിൽ പഠിക്കണ്ടേ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. മൂസേ, എൻ്റെ കുട്ടികളാണ് വരുന്നത്. ചടക്ക് പ്രശ്നമാക്കണ്ട. കുട്ടികൾ കണ്ടോടാ. അറിഞ്ഞട്ടെ, നമ്മളപ്പച്ചാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. നമുക്ക് ടൂർ ഒന്നും വേണ്ട, നമുക്ക് പോവാം. നിങ്ങൾ പോകണം, ടൂറിന് പോകണം. എൻ്റെ മക്കൾ എല്ലാ മക്കളും പോകണം. ഇന്ന ടൂറിന് പോകണം. എൻ്റെ കഷ്ടപ്പാടൊന്നും നോക്കണ്ട.